നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നിലമ്പൂരിനെ കുറിച്ചാണ്. നിലമ്പൂരിൽ ആരായിരിക്കും അടുത്ത LDFന്റെ സ്ഥാനാർത്ഥിയായിരിക്കും, UDFന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള ചർച്ചകൾ സജീവമാകുന്നുണ്ട്. അവിടെ PV അൻവർ സ്ഥാനാർത്ഥിയാകുമോ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കലാണ്. സോണി, നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ പറഞ്ഞ വിഷയം കേട്ടല്ലോ. ഈ വിഷയത്തിൽ PV അൻവർ അവിടെ സ്ഥാനാർത്ഥിയാകുമോ? സ്ഥാനാർത്ഥിയാകില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്തെങ്കിലും സാധ്യത അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാകാനുണ്ടോ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. LDFന്റെ പിന്തുണയോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച PV അൻവർ ഇപ്പൊ UDFന്റെ ഭാഗമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. UDFന്റെ ഭാഗമായി എന്ന് പറയാൻ പറ്റില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അദ്ദേഹം UDFന്റെ ഭാഗമായി ചേക്കേറാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും ഉറപ്പിച്ചു പറയുകയാണ്, നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത ഏറ്റവും കൂടുതൽ PV അൻവർ തന്നെയായിരിക്കും. PV അൻവർ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൽ പോകാതിരുന്നത്? പാണക്കാട് തങ്ങളെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പ്രവേശനം കൊടുത്തില്ല എന്ന്? PV അൻവറെ സംബന്ധിച്ച് പറഞ്ഞാൽ കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നയാളാണ് PV അൻവർ. ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു നിലമ്പൂരിലെ മുൻ MLA. അദ്ദേഹം മുൻ മന്ത്രിയും കോൺഗ്രസിന്റെ സീനിയർ നേതാവും ഒക്കെ ആയിരുന്നു. അദ്ദേഹം വർഷങ്ങളോളം നിലമ്പൂര് നിയമസഭാംഗമായിട്ട് ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ആര്യാടൻ മുഹമ്മദ് അവിടുത്തെ ശക്തനായ നേതാവായിരുന്നു. ആര്യാടനെ തോൽപ്പിക്കാനായിട്ട് അങ്ങനെ ആർക്കും സാധിക്കുന്ന ഒരു സംഭവമായിരുന്നു. PV അൻവർ മത്സരിക്കുന്ന സമയത്ത് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നില്ല. ആര്യാടൻ മുഹമ്മദിന്റെ സീറ്റിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹത്തിന്റെ പുത്രൻ ആര്യാടൻ ഷൗക്കത്തിനെയായിരുന്നു സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. കോൺഗ്രസിന്റെ മുൻ DCC സെക്രട്ടറി ഒക്കെ ആയിരുന്നു PV അൻവർ. അത് കഴിഞ്ഞ് കർണാടന്റെ കൂടെ DIC പോവുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം NCPയിലോ DICയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയും വയനാട് അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് PV അൻവറിനെ LDF അവിടെ പൊതു സ്വതന്ത്രനായിട്ട് പിന്തുണ കൊടുത്തുകൊണ്ട് നിർത്തുന്നത്. അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ PV അൻവർ പരാജയപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ LDFന്റെ കയ്യിൽ അൻവറിലൂടെ അവിടെ ഈ സീറ്റ് LDFന് അവിടെ ലഭിക്കുന്നത്. PV അൻവറിലൂടെ അവിടെ LDFന് ഈ സീറ്റ് ലഭിക്കുന്നത്. അതിനുശേഷമാണ് LDFന്റെ പ്രാവശ്യ തെരഞ്ഞെടുപ്പിലും അൻവർ തന്നെയായിരുന്നു അവിടുത്തെ LDFന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി. അദ്ദേഹം ഒന്ന് PV പ്രകാശിനെയാണ് തോപ്പിച്ചത്. മുൻ DCC പ്രസിഡന്റ് ആയിരുന്ന മലപ്പുറം DCC പ്രസിഡന്റ് ആയിരുന്ന PV പ്രകാശിനെ തോപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം നിയമസഭയിൽ എത്തിയത്. അപ്പൊ അതിനുശേഷം LDFുമായിട്ടുള്ള അകലിച്ചയും പിണറായി വിജയനുമായിട്ടുള്ള ഏറ്റുമുട്ടലും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചതാണ്. അങ്ങനെ LDF വിട്ട് അദ്ദേഹം പുറത്തു വരികയും അദ്ദേഹം സ്വതന്ത്രമായി തന്നെ പല സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി ഈ സർക്കാരിനെതിരെ പല ആക്ഷേപങ്ങൾ ഉന്നയിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇനിയിപ്പോ അദ്ദേഹം MLA ആയിട്ട് വരികയല്ല എന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല. അദ്ദേഹം പറയുകയൊക്കെ ചെയ്തിരുന്നു, ഞാൻ ഇനി മത്സരിക്കാനില്ല, നിലമ്പൂരിൽ UDFന്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു, ഇപ്പോഴത്തെ മലപ്പുറം DCC പ്രസിഡന്റ് ആയിരിക്കുന്ന VS ജോയിയെ. അപ്പം ആര്യാടൻ ഷൗക്കത്തോടെ സ്ഥാനാർത്ഥി കുപ്പായി വിട്ട് നിൽക്കുന്ന ആളാണെന്ന് കൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ ഇവരുടെ രണ്ടിന്റെ ഇടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന്റെ. രണ്ട് ഗ്രൂപ്പ് സമവാക്യങ്ങൾ അവിടെ ഉടലെടുത്തിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്നവരും VS ജോയിയെ പിന്തുണയ്ക്കുന്നവരും. രണ്ടുപേർക്കും താല്പര്യമുണ്ട് നിലമ്പൂരിൽ മത്സരിക്കാനായിട്ട്. ഒരാൾ ക്രിസ്ത്യൻ സമുദായത്തിന്റെ പ്രതിനിധിയായിട്ട്, മറ്റേ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധിയായിട്ടാണ്. അപ്പം നിലമ്പൂരിൽ മലയോര മേഖല എടുത്തു കഴിഞ്ഞാൽ ധാരാളം ക്രൈസ്തവ സമൂഹം അധിവസിക്കുന്ന ഒരു മേഖലയാണ് നിലമ്പൂര്. പക്ഷേ VS ജോയിയെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോഴൊന്നും ആലോചിക്കണം, അദ്ദേഹം കത്തോലിക്ക സമുദായത്തിൽപ്പെടുന്ന ആളല്ല, ബെന്തക്കോസ്ത് സമുദായത്തിൽപ്പെടുന്ന ആളാണ്. ബെന്തക്കോസ്തുകാർക്ക് അവിടെ എത്ര പ്രാതിനിധ്യം ഉണ്ടെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. ഒരു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കത്തോലിക്ക സമുദായക്കാർ എത്രമാത്രം ഈ ബെന്തക്കോസ്ത് പ്രതിനിധി അംഗീകരിക്കുമെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് അവിടെ ഇപ്പോൾ തലത്തിലെ UDFന് സ്വീകാരനായ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ്. ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചു കഴിഞ്ഞാൽ PV അൻവർ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഇന്നത്തെ സ്ഥിതിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുവാണെങ്കിൽ സ്ഥാനാർത്ഥിത്വം PV അൻവറിലേക്കാണ് പോകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. PV അൻവറും പിണറായി വിജയനും വളരെ സൗഹൃദത്തിലായിരുന്നു. പിന്നീട് മറുനാടൻ ഷാജനെ അകത്താക്കുന്ന കാര്യത്തിലൊക്കെ PV അൻവറിന് പിന്നിൽ അടിയുറച്ചു നിന്നാണ് പിണറായി വിജയൻ നിന്നത്. അത് പിണറായി വിജയനും അത് ആവശ്യമായിരുന്നു. അതിന് ശരിയായിട്ടും PV അൻവറിനെ ഉപയോഗിക്കുകയായിരുന്നു, അത് PV അൻവറിനെ പിണറായി സഖാവ് സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. എന്താണ് സംഭവിച്ചത് അവിടെ? ഇക്കാര്യത്തിൽ PV അൻവർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ മറുനാടിലൂടെ വന്നിരുന്നു. അതിനെയൊക്കെ എതിർത്തുകൊണ്ട് മറുനാടനെതിരെ രംഗത്ത് വരാനായിട്ട് PV അൻവർ തയ്യാറായിരുന്നു. പക്ഷെ പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന ഒരു നിലപാട് വന്നപ്പോഴാണ് PV അൻവർ രംഗത്ത് ഇടത് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തത്. ഒരിക്കലും മുഖ്യമന്ത്രി PV അൻവറെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു തോന്നലാണ് PV അൻവറെ LDF നിന്ന് പുറത്താക്കാനായിട്ട് ഇടയാക്കിയത്. ഷാജനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ പിണറായിയുടെ പോലീസ് വളരെ ശക്തമായി ഒരു വലിയ ക്രിമിനൽ പ്രതിയെ പിടിക്കുന്നത് പോലെ ഷാജനെ ഓടിച്ചിട്ട് പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിടിച്ചിട്ടില്ലല്ലോ, അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഒന്നും ഉണ്ടായില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി പുറത്തു വരികയൊക്കെ ചെയ്തു. പക്ഷേ ഇതിനൊക്കെ പിന്നിൽ എവിടെയോ ഒരു നീക്കങ്ങൾ നടത്തി എന്നുള്ള ഒരു സംശയാസ്പദമായൊരു ചിന്താഗതിയാണ് PV അൻവറെ LDFുമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് അകറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം LDF നിന്ന് പുറത്തു വരാൻ കാരണം. നമ്മൾ ഇപ്പം മറുനാടനോ ഷാജനോ ഒന്നുമല്ല നമ്മൾ പറഞ്ഞു വെക്കുന്ന കാര്യം, അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ നിലമ്പൂർ വിട്ട് PV അൻവർ മത്സരിക്കുന്നത് വേറെ എവിടെയായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ
മുസ്ലിം ലീഗിലേക്ക് ലയിപ്പിച്ച് കഴിയുമ്പോൾ PV അൻവറിന്റെ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടതായിട്ട് വരും നിലമ്പൂർ സീറ്റ്. ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന സീറ്റിൽ ഒരു സീറ്റ് PV അൻവറിന് കൊടുക്കേണ്ടി വരും. UDF എക്സ്ട്രാ ഒരു സീറ്റ് മുസ്ലിം ലീഗിന് കൊടുത്തില്ലെങ്കിൽ അത് അവർക്ക് നഷ്ടമാകും. തീർച്ചയായിട്ടും അതിനൊരു താല്പര്യം മുസ്ലിം ലീഗ് കാണിക്കില്ല. മുസ്ലിം ലീഗിലേക്ക് ലയിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സീറ്റ് PV അൻവർ കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നിലമ്പൂര് PV അൻവറിന് വേണ്ടി മുസ്ലിം ലീഗ് ചോദിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ PV അൻവർ ഒരു ചെക്ക് വെച്ചിട്ടാണ് LDF-നും UDF-നും ഒരു ചെക്ക് വെച്ചിട്ടാണ് രാജിവെച്ചത്. ഒരു വർഷം മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനായിട്ട് ഒരു വർഷമേ ഉണ്ടെങ്കിൽ ഒരു രാജിവെച്ചെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വരില്ലായിരുന്നു. ഒരു വർഷം ആകുന്നതിന് മുമ്പ് രാജിവെച്ച സ്ഥിതിക്കാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ഇപ്പോൾ LDF-നെ സംബന്ധിച്ച് പറഞ്ഞാണെങ്കിൽ അടുത്ത 2024 പൊതു തെരഞ്ഞെടുപ്പിന് ഈ ഫലം ബാധിക്കുന്നതാണ്. ഈ UDF-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെ ഈ പൊതു തെരഞ്ഞെടുപ്പിന് ഈ ഫലം അടുത്ത ഭരണത്തിലേക്കുള്ള ഇത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് രണ്ടുപേർക്കും ഈ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അപ്പോൾ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് LDF-ന്റെയും UDF-ന്റെയും കാര്യത്തിൽ. അപ്പൊ അവർ നോക്കുമ്പോൾ ആരെ നിർത്തിയാലും നിലമ്പൂർ സീറ്റ് വിജയിപ്പിച്ചെടുക്കാനായിരിക്കും UDF നോക്കുക. അപ്പം LDF ആണെങ്കിലും അതുപോലെ തന്നെ അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇറക്കാനായിരിക്കും അവർ നോക്കുക. കാരണം PV അൻവറിനോട് ഒരു പ്രതികാരം തെരഞ്ഞെടുപ്പിലൂടെ കൊടുക്കാൻ അവർക്ക് സാധിക്കണം. അപ്പോൾ UDF-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നഷ്ടപ്പെട്ട സീറ്റ്, കാലാകാലങ്ങളിൽ ആര്യാടൻ മുഹമ്മദ് കൈവച്ചിരുന്ന സീറ്റ് നഷ്ടപ്പെട്ടത് അവരെ സംബന്ധിച്ച് ഷോക്ക് തന്നെയായിരുന്നു. അൻവർ ഉള്ളിടത്തോളം കല സീറ്റ് UDF-ന് കിട്ടാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പൊ അൻവർ LDF-ആയിട്ട് ഇടഞ്ഞ് പുറത്തു വന്ന സ്ഥിതിക്ക് അത് UDF-ന് പിടിച്ചെടുക്കാമെന്നുള്ളൊരു വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് കോൺഗ്രസിലെ തന്നെ സ്ഥാനാർത്ഥികളെ ആരെങ്കിലും അവിടെ നിർത്തിയാൽ അവിടെ ഗ്രൂപ്പിസം ഉണ്ടായി പരസ്പരം തമ്മി തല്ലി കാലുവാരി ആ സീറ്റ് നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇനി അൻവറെ തന്നെ അവിടെ സ്വതന്ത്രമായിട്ട് നിർത്തി UDF പിന്തുണ നൽകുന്ന ഒരു ഘട്ടവും കൂടെ നമുക്ക് മേലാഴുകയില്ല. കാരണം അൻവറിന് അവിടെ ആള് വർത്തമൊക്കെ ഉണ്ട്, തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സാമ്പത്തികമുണ്ട്. അപ്പം UDF-നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത്രയൊന്നും UDF നേതാക്കളോ DCC പ്രസിഡന്റ് ഒന്നും വേർപ്പിളക്കേണ്ട ആവശ്യമില്ല. ഇത് PV അൻവർ അവിടെ ജയിച്ചാൽ അത് പ്രതിപക്ഷ നേതാവിന്റെ വിജയമായി വരുന്നതുകൊണ്ട് തന്നെ VD സതീശൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പിന്തുണ കൊടുക്കാനായിരിക്കും ചിന്തിക്കുക. കാരണം പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ VD സതീശന്റെ വിജയമായിരിക്കും അവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ വിജയം. PV അൻവർ ജോയിയെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് പറഞ്ഞതിലൂടെ വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു പരിപാടി ആദ്യം പുള്ളി ചെയ്തെന്ന് തോന്നുന്നു. കോൺഗ്രസിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുകയും എന്നാ പിന്നെ കോൺഗ്രസ്സുകാർ നിൽക്കേണ്ട, ഈ സീറ്റ് നമുക്ക് നേടിയെടുക്കേണ്ടത് തന്നെയാണ്, അതുകൊണ്ട് PV അൻവർ തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞ് കോൺഗ്രസ് അദ്ദേഹത്തെ തന്നെ നിർത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണോ? ഏതായാലും PC ജോർജിനെ പോലെ തന്നെ വായ്ത്തൊന്നൊക്കെ ഒന്നും നോക്കാതെ വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുമുണ്ട്. ഇല്ല, ഉണ്ടായിരിക്കും. പക്ഷേ PC ജോർജ് കളിക്കുന്ന കളിയെക്കാട്ടി ബുദ്ധിപൂർവ്വമായിട്ടുള്ള കളിയാണ് PV അൻവർ കളിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം PC ജോർജിന് അത്ര ശുദ്ധനായിട്ടുള്ളതല്ല. അദ്ദേഹം കുശാഗ്ര രാഷ്ട്രീയക്കാരനാണ് PV അൻവർ. അദ്ദേഹം ശരിക്കും രാഷ്ട്രീയത്തിന്റെ മർമ്മം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ ജോയിയുടെ ആൾക്കാരോടെ പിണങ്ങും. VS ജോയിയാണ് സ്ഥാനാർത്ഥിയാക്കുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ ആൾക്കാർ പിണങ്ങും. ആര്യാടൻ ഷൗക്കത്ത് ചിന്തിക്കുമ്പോൾ തന്റെ അപ്പനായിട്ട് വളരെ കാലം MLA ആയിട്ടിരുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂര്. അതിന്റെ പിൻഗാമിയായിട്ട് താൻ തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ കൂടിയായിരുന്നു. ആര്യാടൻ മുഹമ്മദിന്റെ ആഗ്രഹമായിരുന്നു തനിക്ക് ശേഷം തന്റെ മകൻ അവിടെ MLA ആകണമെന്നുള്ളത്, അല്ലെങ്കിൽ MLA ആയി മന്ത്രി ആകണമെന്നുള്ളത്. ആര്യാടൻ മുഹമ്മദിന്റെ ആ താല്പര്യത്തിനാണ് ഈ PV അൻവർ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതോടുകൂടി വിവാദം സൃഷ്ടിച്ചത്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് ആര്യാടൻ ഷൗക്കത്തിന്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തോ വല്ലോടെ മത്സരിക്കുകയും അവിടെ ജയിക്കുകയും ചെയ്താൽ പിന്നീട് ഒരിക്കലും PV അൻവറിന് നിലമ്പൂർ എന്ന മണ്ഡലം ചിന്തിക്കാൻ പോലും കഴിയില്ല. മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറി മത്സരിക്കേണ്ട അവസ്ഥ അദ്ദേഹത്തിനുണ്ടാകും. നിലമ്പൂര് അദ്ദേഹത്തിന്റെ കുത്തകയാണ്, അദ്ദേഹത്തിന് അത്രയും സ്വാധീനമുള്ള മണ്ഡലമാണ്. അങ്ങനെ ഒരു മണ്ഡലം വിട്ടുകൊടുക്കാൻ PV അൻവർ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു വർഷ കാലാവധിക്ക് ഒരു MLA ഒരു ആര്യാടൻ ഷൗക്കത്ത് ആയിക്കോട്ടെ എന്നും അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാനാകാമെന്നൊന്നും ചിന്തിച്ച് മാറി നിൽക്കാനുള്ള ഒരു അവസ്ഥ നമ്മൾ കാണുന്നില്ല. PV അൻവറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഇനിയൊരു MLA സ്ഥാനമായിരിക്കില്ല, മന്ത്രിസ്ഥാനമായിരിക്കും. കോൺഗ്രസിലേക്ക് പോയി ലയിച്ച അവിടെ സ്ഥാനാർത്ഥിയായാലും വലിയ പരിഗണന നിയമസഭയിലോ മന്ത്രിസഭയിലോ കിട്ടുമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലമ്പൂരിൽ PV അൻവറിനെ അറിയാം, ഒരു പൊതുസമ്മതനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാലേ UDF-ന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അത് കണ്ടു തന്നെ കളിക്കുന്ന കളിയാണ് അൻവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന റൗണ്ടിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി തന്നെ കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിൽ ചെലുത്തി PV അൻവർ അവിടെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. കാരണം മുസ്ലിം ലീഗ് തൃണമൂൽ കോൺഗ്രസ് ലയിച്ചെന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ ആണെന്ന് പറയുന്നെങ്കിൽ പോലും അതൊക്കെ ഒരു ലെവൽ എന്ന് മാത്രമേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. മുസ്ലിം ലീഗ് ഒക്കെ ഇന്നാളെ നിർത്തണം എന്ന് നിർദ്ദേശിക്കും, അവിടെ സ്വാധീനം ഉണ്ടല്ലോ. അല്ല, PV അൻവറെ നിർത്താനായിരിക്കും മുസ്ലിം ലീഗും താല്പര്യപ്പെടുക. കാരണം പ്രത്യേകിച്ച് പറഞ്ഞില്ലേ, PV അൻവറിന് ആള് വർത്തവും സാമ്പത്തികം ഒക്കെ ഉണ്ട്. ജനങ്ങളുടെ LDF-ന്റെ വോട്ടുകളും തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെ PV അൻവറെ സ്ഥാനാർത്ഥിയാക്കാനായിരിക്കും മുസ്ലിം ലീഗും താല്പര്യപ്പെടുന്നത്. പിന്നെ PV അൻവറെ പോലുള്ള ഒരാള് UDF-ന്റെ ഭാഗമായി എത്തിയാൽ മുസ്ലിം ലീഗിന്റെ ഒരു വളർച്ചയും കൂടിയാണ് അവിടെ കാണുന്നത്. മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ ശക്തിക്ക് കുറച്ചുകൂടി ആക്കാൻ കൂടും. ഇതൊക്കെ മുസ്ലിം ലീഗ് കാണുന്നുണ്ട്. നേരെ മറിച്ച് മുസ്ലിം ലീഗ് കൊണ്ട് ലയിപ്പിച്ചു കഴിഞ്ഞാൽ നിലമ്പൂർ സീറ്റിന് വേണ്ടി അവർ അവകാശവാദം ഉന്നയിക്കേണ്ടി വരും. ആ സീറ്റ് കോൺഗ്രസ് വിട്ടുകൊടുക്കാത്ത സാഹചര്യം ഉണ്ടാവും. വലിയ പ്രശ്നങ്ങളുണ്ട്. അല്ലെ വേറെ ഏതെങ്കിലും സീറ്റിലേക്ക് PV അൻവറിന് കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനത്തെ ഈ സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് PV അൻവറെ ഒരു പൊതുസമ്മത സ്ഥാനാർത്ഥിയാക്കി നിർത്തി UDF പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതായിരിക്കും വരാൻ പോകുന്നത്. അല്ലാതെ വേറെ ആരെ ഉയർത്തി കാണിച്ചാലും സ്പ്ലിറ്റ് ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിലമ്പൂരിൽ ഏറ്റവും അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും സ്വീകാര്യനായ കഴിഞ്ഞ അന്തരിച്ച മുൻ DCC പ്രസിഡന്റ് PB പ്രകാശ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവിടെ
UDF സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചത്. എന്നിട്ട് പോലും നിസ്സാര വോട്ടുകൾക്കാണ് തോറ്റുപോയത്. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിസം ഒന്നും അവിടെ ശക്തമല്ല. അദ്ദേഹം ജനങ്ങളുടെ സ്വീകാര്യനും പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വീകാര്യനുമാണ്. തലയും മുറുക്കി പ്രവർത്തിച്ചതാണ് കോൺഗ്രസിന് വേണ്ടി. എന്നിട്ടും അദ്ദേഹം തോറ്റു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ അവിടെ UDF മത്സരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി PV അൻവർ തന്നെയായിരിക്കും. LDF ഈ പറഞ്ഞ പോലെ സ്വരാജൊക്കെ അവിടുത്തെ നാട്ടുകാരനാണ്. ഇനി സ്വരാജിനെ അവിടെ പിന്തുണയ്ക്കാൻ മേലാഴുകയില്ല. CPM സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കാൻ മേലാഴുകയില്ല. എങ്കിലും അരിവാൾ ചുറ്റിക്കാൻ നക്ഷത്രം എന്ന ലേവലിൽ അവിടെ ഒരു LDF സ്ഥാനാർത്ഥി മത്സരിച്ചാൽ അതിന് എത്രമാത്രം വിജയസാധ്യത ഉണ്ടെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് കൺക്ലൂഷന്റെ ആവശ്യമില്ല. ശരിയായിട്ടും സോണി തന്നെ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. തീർച്ചയായും PV അൻവർ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിലെത്തും. അതിന് മുസ്ലിം ലീഗിന്റെ പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാകും. അവർ നിർദ്ദേശിക്കുന്ന ഒരാളിനെ മാത്രമേ നിലമ്പൂരിൽ നിർത്തുകയുള്ളൂ. അത് ആര്യടൻ ഷൗക്കത്ത് ആയാലും ജോയി ആയാലും PV അൻവർ ആയാലും മുസ്ലിം ലീഗിന് കൂടുതൽ ആഭിമുഖ്യം PV അൻവറിനോട് തന്നെയാണ്. അതുകൊണ്ട് അൻവർ മത്സരിക്കത്തില്ല എന്ന് എത്ര തവണ പറഞ്ഞാലും PV അൻവർ തന്നെ ആയിരിക്കും അവസാന നിമിഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുക. മാത്രമല്ല UDF പിന്തുണ കൊടുക്കുന്നതും PV അൻവർ തന്നെയായിരിക്കും. കാരണം UDF മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഇത് PV അൻവർ മനസ്സിലാക്കുന്നു. കാരണം PV അൻവറിന്റെ ലക്ഷ്യം ഇത് തന്നെയാണ്. അവസാന റൗണ്ടിൽ UDF തന്നെ പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് PV അൻവർ ചിന്തിക്കുന്ന ഒരു വശം. ഈ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇത് തന്നെയായിരിക്കും. UDFന്റെ പിന്തുണയോടുകൂടി ഒരു പൊതു സ്ഥാനാർത്ഥിയായിട്ട് PV അൻവർ അവതരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അവിടെ ഉണ്ടാകുക. ഇതായിരിക്കും നമ്മൾ കാണാൻ പോകുന്ന കാര്യം. അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.